നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് മോളെ. അതോടൊപ്പം തന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന സഹകാരികളായ വിശിഷ്ട വ്യക്തികൾ, സർക്കാർ ഓരോ വർഷവും നമ്മുടെ സൊസൈറ്റിയിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അവലോകനം ബഹുമാനപ്പെട്ട മെമ്പർമാരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിബന്ധനയുണ്ട്. അത് സ്വാഭാവികമായിട്ട് നിയമപ്രകാരം ഈ സെപ്റ്റംബർ മാസം 30-ന് മുമ്പായിട്ട് ജനറൽ ബോഡി വിളിച്ചുകൂട്ടി ആ വർഷത്തെ വരവ് ചെലവുകൾ ലാഭനഷ്ട കണക്കുകൾ മെമ്പർമാരെ അറിയിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൊസൈറ്റി അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, അതിലെന്തെങ്കിലും പരാജയങ്ങളുണ്ടോ, അത് വിലയിരുത്തുകയും ആ ജനറൽ ബോഡിയിൽ നമ്മുടെ സൊസൈറ്റിയെ നല്ല രീതിയിൽ ഭാവിയിലെ മാതൃകാപരമായ സൊസൈറ്റിയാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളിൽ നിന്ന് ഓരോരുത്തരിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം വിമർശനമുണ്ടെങ്കിലേ നമ്മൾക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളുകയും ആ വിമർശനത്തിൽ കൂടി തെറ്റുകൾ തിരുത്തി നല്ല രീതിയിൽ ശോഭനമായ ഒരു സൊസൈറ്റിയാക്കി മാറ്റണമെങ്കിൽ ആരോഗ്യപരമായ വിമർശനങ്ങൾ സന്തോഷത്തോടുകൂടി സ്മൈലോടുകൂടി ചിരിച്ചുകൊണ്ട് അവർ നമ്മളെ സ്വാഗതം ചെയ്യാൻ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഞാൻ നിങ്ങൾക്ക് എന്തുവേണ്ടി ചെയ്യണം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മേ ഐ ഹെൽപ്പ് യു എന്നുണ്ട് ആ ബോർഡ് ഉണ്ടാവും. അതേസമയം ഈ ബോർഡ് നിങ്ങൾ അറിയാവുന്നത് ഈ സൊസൈറ്റിയിൽ എന്നേക്കാൾ കൂടുതൽ അനുഭവമുള്ളവരുമാണ് നിങ്ങൾ എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ മാർച്ച് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടായ ലാഭത്തെക്കുറിച്ച് പറയുമ്പോൾ സദസ്സിൽ നിന്ന് സംശയങ്ങൾ അതുപോലെ തന്നെ ചിരിയൊക്കെ ഉണ്ടായി. മാഷ് ആവർത്തിച്ച് പറഞ്ഞു 4 ലക്ഷം എന്നത് മാഷിന് ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചെയർമാൻ അടക്കമുള്ള ഈ വേദിയിലുള്ള ആളുകൾക്കും സംശയമുണ്ടായി, ഈ 4 കോടി എന്നത് തെറ്റി മാഷ് 4 ലക്ഷം എന്ന് പറഞ്ഞതാണോ എന്ന്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 4 ലക്ഷത്തിന് 40 കോടിയുടെ വിലയുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ 4 ലക്ഷം ലാഭമുണ്ടാക്കാൻ സാധിച്ചത് ഞാനടക്കം, ഞാൻ മറ്റുള്ള ഡയറക്ടർമാരെ കുറിച്ച് പറയുന്നത്, ചെറിയ ഒരു വായ്പ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളെയോ ന്യൂജൻ ബാങ്കുകളെയോ സമീപിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം കടമ്പകൾ ഇങ്ങനെ കടക്കേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവും. ഇന്ന് നമ്മൾ വായ്പയ്ക്ക് പോയാൽ ചില ബാങ്കുകളിൽ നിന്ന് പറയും നാളെ വാങ്ങാൻ പറയും, നാളെ പോയാൽ പറയും മറ്റന്നാൾ വാങ്ങാൻ, പിന്നെ വേറെ ചില പേപ്പർ പ്രമാണങ്ങളുമായി പോകാൻ പറ്റും. ആ പ്രമാണങ്ങളുമായി ചെല്ലുമ്പോൾ അതിൽ ഇന്ന പേപ്പറിൻ്റെ കുറവുണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മളെ ഇങ്ങനെ കൽപ്പിക്കുകയും ചെയ്യുന്ന ദുരനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെ നമ്മുടേതായ ഒരു ബാങ്ക് ആകുമ്പോൾ, നമ്മുടേതായ ഒരു സഹകരണ സ്ഥാപനമാകുമ്പോൾ നിങ്ങൾക്കുള്ള അനുഭവം, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വായ്പ പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ നമ്മുടെ സെക്രട്ടറിയെ സമീപിച്ചാൽ അപ്പോൾ എത്ര ദിവസത്തിനുള്ളിൽ അത് കിട്ടും എന്ന് അനുഭവമുള്ള നിങ്ങളോട് ഞാൻ പ്രത്യേകം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന്, എന്നെ ഏറ്റവും അധികം ഈ സദസ്സ് കാണുമ്പോൾ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇവിടെ ഇപ്പോൾ വന്നിട്ടുള്ളത് സ്ത്രീകളാണ്. അത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്കാണ് ഈ ബാങ്കിന്റെ ഗുണം എന്ത് എന്നും ഈ ബാങ്കിന്റെ പ്രയോജനം എന്തെന്നും ഈ ബാങ്ക് ഉണ്ടായാൽ നമ്മുടെ നാട്ടിൽ അധിവസിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കും എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മുടെ ആണുങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ സ്ത്രീകളാണ് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇന്നത്തെ ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചു. ആ രൂപീകരിക്കുമ്പോൾ നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ലക്ഷ്യം എന്ന് പറയുന്നത്
സാധാരണ നമ്മുടെ നാട്ടിൽ ഈ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് തന്നെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. സഹകരണ സംഘങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുള്ളതും അതിന് വേണ്ടി തന്നെയാണ്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ സഹകരണ പ്രസ്ഥാനം ഉണ്ടായത്. അന്ന് യൂറോപ്പിലെ ബ്രിട്ടനിലെ ചില ആളുകൾ ഈ പാൽ കമ്പനിയിൽ, പാൽ സൊസൈറ്റിയിൽ പണിയെടുക്കുന്ന ആളുകൾ പരസ്പരം സഹായിക്കുന്നതിന് വേണ്ടി അവർ ഒരു ചെറിയൊരു സംഘടന രൂപീകരിച്ചു. പരസ്പരം അവർ സഹായിച്ചു. അത് വളർന്നിട്ടാണ് ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഈ സഹകരണ മേഖല മാറിയത്. സഹകരണ പ്രസ്ഥാനം ഉടലെടുത്ത ബ്രിട്ടനിൽ പോലും സഹകരണ പ്രസ്ഥാനം ഇന്ന് ശക്തിയായി പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഏറ്റവും ശക്തിയായി ഇന്ന് സഹകരണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സാധാരണക്കാർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ആ സാധാരണക്കാരായ ആളുകൾ ഇത്രമാത്രം വിശ്വാസം ഈ സഹകരണ പ്രസ്ഥാനത്തിൽ അർപ്പിക്കാനുള്ള കാരണം അവർക്ക് നല്ലതുപോലെ അറിയാം. സാധാരണ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് നഗരസഭ. ആ നഗരസഭയിലാണ് നമ്മുടെ ഈ സംഘം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഘമാണ് നമ്മുടേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് ഇന്നിപ്പോൾ ഡിപ്പോസിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഷെയർ ഹോൾഡർമാരുടെ എണ്ണത്തെ കുറിച്ചൊക്കെ നമ്മുടെ സെക്രട്ടറി ഇവിടെ വിശദമായി പ്രതിപാദിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഭാഗങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 2008-ലാണ് നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ 2025 നിൽക്കും. ഈ 17 വർഷം കൊണ്ട് നമുക്ക് വെറും 1452 അംഗങ്ങളെ മാത്രമേ ഈ സംഘത്തിൽ നമുക്ക് ചേർക്കാൻ സാധിച്ചു. എത്രയോ അംഗങ്ങൾ നമുക്ക് ചേർക്കാൻ സാധിക്കുമായിരുന്നു. ഡിപ്പോസിറ്റും ബാക്കിയുള്ള ഷെയറും ഒക്കെ, ബാക്കിയുള്ള തുകയും ഡിപ്പോസിറ്റും ബാക്കിയുള്ള നിക്ഷേപവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് ഈ 1452 എന്നതൊരു 14,000 നമുക്ക് ഉയർത്താമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കും ഒരു സംശയമില്ല, നിങ്ങൾക്കും ഒരു സംശയമില്ല. അപ്പോൾ അത് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ സംഘത്തിൻ്റെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുക്കണം. ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുത്ത് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പരമാവധി ആളുകളെ നമ്മുടെ സൊസൈറ്റിയിൽ അംഗങ്ങളായി നിങ്ങൾ മുഖാന്തരം ചേർക്കണം. അപ്പോൾ നിങ്ങൾ മുഖാന്തരം ഈ സൊസൈറ്റിയിൽ ഒരു അംഗമായാൽ ഭാവിയിൽ നിങ്ങൾക്ക് വ്യക്തിപരമായി പല ഗുണങ്ങളുണ്ട്. അതെന്താണ് എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടേതായ ആളുകൾ ഈ സംഘത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ചങ്ങാതിമാരായിട്ടും കുടുംബക്കാരും ആയിട്ടൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾക്ക് വ്യക്തിപരമായ ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള അപേക്ഷ, നീണ്ടൊരു പ്രസംഗത്തിന് മുതലില്ല, നിങ്ങളോട് എനിക്ക് പറയാനുള്ള അപേക്ഷ, നമ്മൾ ഇപ്പോൾ മാഷ് അനങ്ങാതെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ ലാഭം, ഈ 4 ലക്ഷം രൂപ നമുക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾ അടുത്ത ഏതാനും വർഷങ്ങൾക്കകം ചിലപ്പോൾ ഇതുപോലെയുള്ള ജനറൽ ബോഡി യോഗം ചേരുമ്പോൾ ഞങ്ങളപ്പുറത്തും നിങ്ങൾ ചിലർ ഇപ്പുറത്തുമായിരിക്കും ഇരിക്കേണ്ടത് എന്ന് ഇപ്പോൾ ഞാൻ പറയാത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇനി ഒരു സംശയം കൂടാതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്നിപ്പോൾ മാഷ് പറഞ്ഞ ഈ 4 ലക്ഷം എന്നത് നമുക്ക് 4 കോടിയല്ല, അതിനപ്പുറം നമുക്ക് ആക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ട് നടത്താൻ സാധിച്ചില്ലായിരുന്നു? ഇനി ഇതിനേക്കാൾ കൂടുതൽ ലാഭകരമായി ഈ സംഘത്തെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആത്മപരിശോധന നടത്താൻ നമ്മൾ ഈ ജനറൽ ബോഡിയെ ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ കാസർഗോഡ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സഹകരണ സംഘമാണ് ഇത്. കാസർഗോഡ് നഗരത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്രമാത്രം സാമ്പത്തിക സ്രോതസ്സുള്ള വേറൊരു നഗരം നമ്മുടെ ജില്ലയിൽ വേറെ ഉണ്ടാവും. ഈ സൊസൈറ്റിയിൽ നിന്നാണ് അത് അനുഭവിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന് നമ്മുടെ സെക്രട്ടറിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ
ഈ സഹകരണ സംഘവുമായി ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഈ സഹകരണ പ്രസ്ഥാനം നിലനിർത്തുന്നതിന് സഹായിച്ചതും എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാരാണ് ഇതെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഞാനടക്കമുള്ള പുരുഷന്മാരും ഈ ബാങ്കിൻ്റെ ഇനിയുള്ള വളർച്ചയിൽ നമുക്ക് പറ്റാവുന്ന പങ്ക് നമ്മൾ വഹിക്കണം. നിശ്ചിതമായ സംഭാവനകൾ ഈ ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ നൽകണം എന്നാണ് പറയാനുള്ളത്. ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഞാൻ ഈ ബാങ്കിൻ്റെ പ്രസിഡന്റ്, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ഡയറക്ടർമാർ. നാളെ നിങ്ങളായിരിക്കും ഇവിടെ വന്നിരിക്കേണ്ടത്. നിങ്ങളുടേതാണ് ഈ ബാങ്ക്, ഞങ്ങളുടേതല്ല. ഞങ്ങൾ പ്രസിഡന്റും ഡയറക്ടർമാരുമായി അത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സഹകരണ പ്രസ്ഥാനത്തിന് പ്രസിഡന്റ് വേണം, ഡയറക്ടർ വേണം. അങ്ങനെയാണ് ഞങ്ങളായത്. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അധികാരവുമില്ല, ആനുകൂല്യവുമില്ല. ഞങ്ങൾക്കും ഈ സൊസൈറ്റിയിൽ വായ്പ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ സെക്രട്ടറിക്ക് ഞങ്ങൾ അപേക്ഷ കൊടുക്കണം. നിങ്ങളെപ്പോലെയുള്ള എല്ലാ കടലാസിലും ഞങ്ങളും ഹാജരാക്കണം സെക്രട്ടറിക്ക്. അല്ലാതെ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു അധികാരം ഞങ്ങൾക്കില്ല, ഒരു ആനുകൂല്യവും ഇല്ല. അപ്പോൾ ഞങ്ങൾ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ട് ഇത് സുഗമമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നാളെ നിങ്ങളെയും പലരുമായിട്ടും ഇതിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഡയറക്ടർമാരായി വരേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ് ഈ സൊസൈറ്റിയെ വളർത്തുക എന്നത്. ഈ സൊസൈറ്റി ഉള്ളത് കൊണ്ട് ഗുണം അനുഭവിച്ചാൽ അതിൻ്റെ ഗുണം എന്താണ് എന്ന് മനസ്സിലാക്കിയ നിങ്ങളോട് ഈ ഹാജരായിട്ടുള്ള എല്ലാ മെമ്പർമാർക്കും, പ്രത്യേകിച്ച് സ്ത്രീകളോട്, സഹോദരിമാരോട് ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ 4 ലക്ഷം ആണ് നമുക്ക് ഈ ജനറൽ ബോഡിയിൽ നമ്മൾ ലാഭമായി കാണിക്കാൻ സാധിച്ചത്. അടുത്ത ജനറൽ ബോഡി ആകുമ്പോൾ കോടിക്കണക്കിന് രൂപ ലാഭമുള്ള ഒരു സൊസൈറ്റിയായി ഇത് വളർന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഏകയാണ് പണം നിക്ഷേപിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയുടെ മേന്മയെക്കുറിച്ച്, ഗുണങ്ങളെക്കുറിച്ച് അവർക്കൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ആ പണമൊക്കെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അവരെ കൊണ്ട് നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളൊരു പ്രചോദനം നിങ്ങൾ നൽകണം. അവരുടെയും നിങ്ങളുടെയും നമ്മുടെയും എല്ലാമാണ് ഈ സൊസൈറ്റി എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറിയുടെ ഒരു പ്രഖ്യാപനം നടത്തിയത് ആ ജനറൽ ബോഡി യോഗത്തിൽ ഒരു കോംപ്ലിമെന്റ്സും ഇല്ല. അടുത്ത ജനറൽ ബോഡി യോഗത്തിൽ തീർച്ചയായും കോംപ്ലിമെന്റ്സ് ലാഭമുണ്ടാക്കാൻ സാധിക്കും. അതിന് അനുസരിച്ചാൽ 4 ലക്ഷം ലാഭമുള്ള ഒരു സൊസൈറ്റി, 4 കോടി ലാഭമുള്ള ഒരു സൊസൈറ്റി, 40 കോടി ലാഭമുള്ള സൊസൈറ്റി കോംപ്ലിമെന്റ് നൽകുമ്പോൾ അതിൻ്റെതായ വ്യത്യാസവും അതിൻ്റെതായ പ്രത്യേകതയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കാനും കൂടുതൽ നമുക്ക് ഈ ബാങ്കിന് ലാഭമുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഇവിടെ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട MLS ഇവിടെ ഒരു കാര്യം ശ്രമിച്ചപ്പോൾ പ്രിയപ്പെട്ട സ്ത്രീകളാണ് നമ്മുടെ ഈ പരിപാടിയിൽ കൂടുതലായി കാണുന്നത് നോക്കുമ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ CDSന്റെ വിലയിരുത്തൽ സമിതിയിലാണ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് കൊടുത്ത ലോണുകളെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ സാധാരണ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ലോൺ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലോണിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ബാങ്ക് മാനേജറിനോട് ചോദിച്ചു, തിരിച്ചടവ് എങ്ങനെയാണെന്നത്. അപ്പോൾ പറഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു വാർത്ത, തിരിച്ചടവ് കൃത്യമായിട്ട് അവർ തിരിച്ചടക്കുന്നുണ്ട് എന്ന സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോൾ വളരെ അഭിമാനം തോന്നിപ്പോയി. കാസർഗോഡ് നഗരസഭയുടെ ചെയർമാൻ എന്ന നിലക്ക് വളരെ അഭിമാനം തോന്നിയ ഒരു സംവിധാനമാണ്. കാരണം അവിടെ കോടിക്കണക്കിന് ഓരോ ആളുകൾക്കും ഓരോരോ ഗ്രൂപ്പിനൊക്കെ 20 ലക്ഷം 30 ലക്ഷം ഇങ്ങനെ രൂപയാണ് അവിടെ കൊടുക്കുന്നത്. അല്ലാതെ വ്യക്തിഗതമായിട്ടുള്ള ആളുകൾക്കുള്ള ലോണുകൾ പറയും. പക്ഷെ ആ ലോണുകളൊക്കെ കൃത്യമായിട്ട് അവർ തിരിച്ചടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം വീടുകളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്.
അപ്പോൾ ആ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ അവർ ഇതിൽ മുമ്പോട്ട് വന്നിരിക്കാൻ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ബാങ്ക് തീർച്ചയായും ഇനിയും ഒരുപാട് വളരേണ്ടതായിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യിക്കാൻ പറ്റുന്ന ആളുകളോട് എനിക്ക് ഇത്ര രൂപ വേണം, ചില ആളുകൾ ചോദിക്കാൻ അവർ മനസ്സ് ചിലപ്പോൾ അനുവദിക്കുകയില്ല. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അത് ബാങ്കിനെ സമീപിച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിന് ആരുടെയും മുമ്പിൽ തലവഹിക്കേണ്ടതായിട്ട് വരുന്ന. പക്ഷേ എന്തുകൊണ്ട് തലവഹിക്കപ്പെടുന്നത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിവില്ലാത്തവർക്കാണ്. അപ്പോൾ അത് ഇല്ല. ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ എന്നെ നെല്ലിക്കുന്നവർക്ക് നമ്മുടെ പരിപാടിയിൽ മുഖ്യാതിഥിയായി നമ്മുടെ മെമ്പർ കൂടിയായ കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അബ്ബാസ് അവർ, വേദിയിലുള്ള ജനപ്രതിനിധികൾ ശ്രീ സഹേദ സിംഗ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, നമ്മുടെ ഭരണസമിതി അംഗങ്ങളായിട്ട് ബഹുമാനപ്പെട്ടവർ, പ്രിയപ്പെട്ട നമ്മുടെ സദസ്സിലിരിക്കുന്ന ബാങ്കിൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാർ, നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 വർഷമായി നമ്മളത് നഷ്ട കണക്കായിരുന്നു നിങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്നത്. നഷ്ടമെന്ന് പറഞ്ഞാൽ വിവരങ്ങൾ പൂർണ്ണമായി വളരെ സുതാര്യതയോടുകൂടി നമ്മുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്നു. 4 ലക്ഷത്തിലധികം രൂപ നമ്മുടെ ബാങ്ക് ലാഭത്തിലാണ് എന്നുള്ള കാര്യങ്ങളും കൃത്യമായി സെക്രട്ടറി വിവരിച്ചിരിക്കുകയാണ്. നമ്മുടെ മെമ്പർമാർക്ക് പല ആശങ്കകളും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ടായി. ജാമ്യം നിൽക്കുന്ന അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ അതില് നേരെ അടവെടുക്കുന്ന ആൾക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പേഴ്സണൽ ലോണ് നൽകണമെങ്കിൽ 2 പേരുടെ ജാമ്യം ആവശ്യമാണ്. അങ്ങനെ അവർക്ക് ലോൺ വേണമെങ്കിൽ ഈ ജാമ്യക്കാർ ഒപ്പിടുമ്പോൾ എനിക്കും ലോൺ വേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്കും നിങ്ങൾ ഒപ്പിടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഷെബാസ്ബിയും റിസർച്ച് ചെയർമാൻ സഹീർ അസിത്ത്, നമ്മുടെ സ്വാഗതമാശംസിച്ച ഡയറക്ടറുമായ മാഷി, അതുപോലെ തന്നെ ഡയറക്ടർമാരായ എ ബഷീർ, ഷക്കീല, മജീദ്, ഫർസാന ഷിയാബ്, റംസീന, അനീത, എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ സൊസൈറ്റിയുടെ മെമ്പർമാർ, ബാങ്കിൻ്റെ എല്ലാ ഏറ്റക്കുറച്ചിലുകളും പോരായ്മകളും ഗുണദോഷങ്ങളൊക്കെ ഇവിടെ എല്ലാവരും വളരെ പ്രധാനമായി പരിഹരിച്ചു കഴിഞ്ഞു. അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിലുപരി നമ്മളുടെ ഹോളിൽ നിന്നുള്ള ചില ആൾക്കാരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഇവിടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമാക്കി പറയാൻ കടക്കുന്നില്ല. ലോണിൻ്റെ കാര്യത്തിൽ എല്ലാവരുടെ ഭാഗത്തും വളരെ ശ്രദ്ധാലമായി ഉൾക്കൊള്ളണമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ലോൺ കൊടുക്കുമ്പോൾ നഗരസഭാ പ്രദേശത്ത് ഉള്ള ആൾക്ക് മാത്രമാണ് ഇവിടെ മെമ്പറാവുകയും മറ്റു കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയൊട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കൊട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേട ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയൊട്ടും തളരാത്തൊരാവേശമാണെങ്കിലെ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ വെട്ടിമാറ്റാൻ പൊട്ടി തകരാതെ കാക്കും നിര മുന്നിലെ
കൊതിക്കേണ്ട ഈ മണ്ണിൽ ഒട്ടും തളരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ മുന്നിലെ പൊട്ടിത്തകരാതെ മുന്നിലെ വെട്ടിമാറ്റാൻ കൊണക്കേണ്ടകൾ ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഒട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ മണ്ണിലെ കെട്ടിപ്പടുത്തത് നേരിന്റെ മാർഗമേടാ ഞെട്ടി വിറയ്ക്കുന്ന കൂട്ടങ്ങൾ വേറെയിട്ടും തളരാത്തൊരാവേശമാണെങ്കിലേ പൊട്ടിത്തകരാതെ കാക്കും മുന്നിലെ വെട്ടിമാറ്റാൻ കൊതിക്കേണ്ട ഈ ജനറൽ ബോഡി അധ്യക്ഷ സമിതിക്ക് വേണ്ടിയിട്ടും ജീവനക്കാർക്ക് വേണ്ടിയിട്ടും ആദ്യമായിട്ട് വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം
Gold and diamonds. Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.